ത്രിയേക ദൈവത്തിന്റെ സ്തുതി. പരുമല കൊച്ചു തിരുമേനിയുടെ സഭാസേവനം രണ്ടാം ഭാഗം. 1899 ആർത്താറ്റ് കുന്നംകുളം പള്ളിയുടെ പ്രശസ്തിക്ക് അനുയോജ്യമായ വിധം ശവക്കോട്ട മതിൽ പണിയുന്നതിന് പ്രേരണ നൽകുകയും ആയത് നിർവഹിക്കപ്പെടുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും പുരാതനവും വലിയതുമാണ് ഈ ശവക്കോട്ട. ആദ്യത്തെ വിജാതീയ മിഷന് ആരംഭം കുറിച്ചു. അവശർക്കും ആർത്തന്മാർക്കും സഹായഹസ്തം നീട്ടി. സാമൂഹ്യ തിന്മയ്ക്കെതിരായി പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു. അനവധി സ്കൂളുകൾ സ്ഥാപിച്ചു. യാക്കോബ സഭയുടെ അതിർത്തി കേരളത്തിന് വെളിയിലേക്ക് വളർത്തി. അദ്ദേഹം എഴുതിയ ഉസ്ലേം യാത്രാ വിവരണം മലയാള സാഹിത്യത്തിലെ മൂന്നാമത്തെ സഞ്ചാര സാഹിത്യകൃതിയാണ്. ഇദ്ദേഹത്തിന്റെ ഇടയലേഖനങ്ങൾ, പ്രസംഗം, ലേഖനം, സ്വകാര്യ കൽപ്പനകൾ എന്നിവയുടെ എല്ലാം സമാഹാരമായ പവിത്ര രചനകൾ എന്ന ഗ്രന്ഥം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MA പാഠ്യപുസ്തകമായി അംഗീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സത്യവിശ്വാസത്തിന് ഉത്കൃഷ്ട സാക്ഷ്യം നൽകി തന്റെ ആടുകളെ സന്ദർശിച്ച് സഭയെ കാർന്നു തിന്നുകൊണ്ടിരുന്ന നവീകരണവാദത്തിനെതിരായും പാഷാണ്ഡ ഉപദേശങ്ങൾക്കെതിരായും ജനത്തെ പ്രബോധിപ്പിച്ചു. സുറിയാനി സഭാ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും CMS മിഷണറിമാരുടെ നവീകരണാശയങ്ങൾ എതിർക്കുന്നതിനും പരുമല സെമിനാരിയിൽ വേദശാസ്ത്ര ക്ലാസുകൾ നടത്തിയിരുന്നു. കൂടാതെ പല സ്കൂളുകളും പരുമല തിരുമേനി സ്ഥാപിച്ചു. കുന്നംകുളത്ത് താമസിച്ച പ്രാർത്ഥന നടത്തിയിരുന്ന ചാപ്പലിനടുത്ത് മോർ ഇഗ്നാത്യോ സ്കൂൾ സ്ഥാപിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്നു. കൂടാതെ മുളന്തുരുത്തി സെയിന്റ് തോമസ് സ്കൂൾ, തുമ്പമൺ മിഡിൽ സ്കൂൾ, തിരുവല്ല MGM സ്കൂൾ എന്നിവ ആരംഭിക്കുന്നതിനും പരിശുദ്ധ തിരുമേനി പ്രേരണ നൽകി. വലിയ നോമ്പിലെ പ്രഭാതന പ്രാർത്ഥനയുടെ കോലോകളിൽ ധ്യാനിക്കുന്നത് പോലെ നോമ്പിനാൽ പറുദീസായുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കരേറുവാനുള്ള ആത്മീയ ചിറകുകളും ലഭിക്കുന്നു എന്നത് അർത്ഥവത്താത്മാർ കഠിനമായ നോമ്പും ഉപവാസവും തിരുമേനി അനുഷ്ഠിച്ചു. വിശുദ്ധ അന്തോണിയോസിനെ മാതൃകയാക്കി ജീവിതം നയിച്ച പിതാവ് ദാനശീലനും പ്രാർത്ഥനയും കൈമുതലാക്കിയിരുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമമെന്നും പറയുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതിനും തിരുമേനിക്ക് സാധിച്ചു. ഗുരുഭക്തിയിൽ വിളങ്ങിയിരുന്ന പിതാവ് ജീവിച്ചിരുന്നപ്പോഴും ഇന്നും ദൈവഭക്തിയാൽ മറ്റുള്ളവർക്ക് അഭയസ്ഥാനമായിരിക്കുന്നു. 1987 പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പന പ്രകാരം 5-ാം തുബ്ദനിൽ ഈ പരിശുദ്ധന്റെ പേർ ചേർത്തിരിക്കുന്നു.